ഇതില് തോറ്റ നീ തോറ്റ ഇന്ന് ഡാഡിയുടെ കാലൊക്കെ മുഴുവനും മസാജ് ചെയ്ത് തരാം. ശരി. ഇനി ഡാഡി തോറ്റ എന്റെ കാല് മസാജ് ചെയ്ത് തരാം. അല്ലെങ്കിൽ ഐസ്ക്രീം, ഒരു ഐസ്ക്രീം. ഓക്കേ. ശരി ശരി. 1 2 3 4 5 6 7 8 9 അല്ല പിന്നെ ഒരു ഐസ്ക്രീം. അല്ല ഇനിയുണ്ട് അടുത്ത. ശരി ഇനി അടുത്ത 5 വെച്ച് അതിന് രണ്ടാമത്തെ ഐസ്ക്രീമാണ് 5 അങ്ങനെ 5 നീ 10 പറയൂ. 5 ഒരു മലയാളത്തിൽ പറ. 5 ഞാൻ നീ മലയാളത്തിൽ 10 പറയൂ. 10 എന്ന് പറയേണ്ട കാര്യമില്ല. ഇതില് നീ തോറ്റ. അപ്പൊ ഇപ്പൊ ഈക്വലായി. രണ്ടും വെട്ടി പോയി. എനിക്ക് ഐസ്ക്രീം, ഡാഡിക്ക് കാല് തരാം. ശരി. ഇനി തിരിച്ച് ഇനി 95 ഓടി പൊട്ട കളി കളിക്കാതെ. 95 പറയുമ്പോ നീ 90 പറയണം, 90 പറയണം. തിരിച്ച് ബാക്കിലോട്ട്. അല്ല ഞാൻ സത്യമായിട്ട് ചോദിച്ചോട്ടെ, നിനക്ക് ഇപ്പൊ 1 മുതൽ 100 വരെ എണ്ണം അറിയാമോ വൃത്തിയായിട്ട്? 6ാം ക്ലാസ്സിലായി മോളെ, അറിയാമോ? എന്നാ തിരിച്ചൊന്ന് എണ്ണിക്കാണ് നീ. 100 99 98 97 96 95 94 93 92 91 90. ബാക്കി നീ എണ്ണ. 89 88 87 86 85 84 83 82 80 അല്ല ഇതാണ്. അപ്പൊ നിനക്ക് ഇതുവരെ അങ്ങനെ എണ്ണാൻ എല്ലാവർക്കും അറിയാം. പിന്നെ നീ തിരിച്ചെണ്ണ. 25 24 23 22 21 20 19 18 17 16 15 30 40 11 10 9 8 7 6 5 4 3 2 1 തങ്ക ഇല്ലടി പാലില്ലടി. കട്ടനെടുത്ത് എന്തേ പാലില്ലേ? പാൽ ചായ എന്തേ? പാല് മേടിച്ചാലല്ലേ പാലുണ്ടാവുള്ളൂ. പാല് മേടിച്ചില്ലേ? എനിക്ക് വേണ്ട. അത് കുടിച്ചോ, എന്നും കൂടി അതും ഉണ്ടാവുള്ളൂ. ഏത് തമാശ കളിക്കണ? എന്ത് തമാശ? ഈ അടുക്കളയിലെ സാധനങ്ങളെ കുപ്പിക്കകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് തന്നെ പെറ്റ് പെരുകൂല. അതിനകത്തോട്ട് മേടിച്ച് ഇടണം. ഇപ്പൊ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ വീട്ടു സാധനങ്ങളെല്ലാം മേടിച്ചിട്ട്. എന്ന് മേടിച്ചു? ആര് മേടിച്ചു? അപ്പം ഒരു 10 20 ദിവസമല്ലേ ആയുള്ളൂ സാധനങ്ങൾ മേടിച്ചിട്ട്. 20 ദിവസം സാധനങ്ങൾ മേടിച്ചാൽ പിന്നെ മേടിക്കണ്ട. അല്ല അതിന് ഇവിടെ എന്താണ് നീ വിരുന്നുകാരൊന്നും വന്നോണ്ടിരിക്കണല്ലോ ദിവസം ഇങ്ങനെ നിങ്ങളുണ്ടല്ലോ. അങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ. ക്ലീറ്റോന് ഒരു പേടിയും തോന്നണില്ല ക്ലീറ്റോ? നിങ്ങളുടെ നല്ല സമയമല്ലേ ഈ വെറുതെ വീട്ടിലിരുന്ന് തിന്നും കുടിച്ചും പോണത്? അല്ലെങ്കിൽ ഒരു പണിയില്ലെങ്കിൽ പാർട്ടി സമയം കൊച്ചുമായിട്ട് സന്തോഷത്തോടെ ഇരുന്നപ്പോ അത് സഹിക്കണില്ല. പിന്നെ അവളെ വേറെ പോവാതെയാണോ ക്ലീറ്റോ ഇങ്ങനെ ഇരുന്ന് കൊച്ചുമായിട്ട് കളിക്കുന്നത്? അവക്ക് ക്ലാസ് ഇല്ലാത്തോണ്ടല്ലേ? അല്ലെങ്കിൽ പിന്നെ നമുക്ക് പാർട്ടിയിൽ നിന്ന് പ്രത്യേകിച്ച് അത്യാവശ്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു ചിന്തയില്ല, ഒരു പേടിയില്ല. നേരം വെളുക്കുക, പൂക്കളുടെ ഷർട്ട് എടുത്ത് പൂത്ത് പുഷ്പിച്ച് കസേരയിൽ വന്നിരിക്കുക, അതല്ലെങ്കിൽ പാർട്ടി ഓഫീസിലോട്ട് ഓടുക. നിങ്ങൾ എന്തെങ്കിലും ചിന്തിക്കണ്ടോ ക്ലീറ്റോ? ഞാൻ ഇതിൽ കൂടുതൽ എങ്ങനെയാ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണേ? ഈ മെഷീൻ ഒരു പണി ഉണ്ടായിട്ട് എത്ര നാളായി? ഇവിടെ ആരെങ്കിലും തയ്ക്കാൻ കൊണ്ടുവരുന്നുണ്ട്? എങ്ങനെ കുടുംബം കഴിയുന്ന നിങ്ങളുടെ വിചാരം? ഇത്രയും നാളെ ഞാൻ നിങ്ങളെ നോക്കിയില്ലേ ക്ലീറ്റോ? ഇനിയെങ്കിലും നിങ്ങൾക്ക് ഒരു ജോലിക്ക് പോകാൻ എന്റെ ഭാര്യനെയും കൊച്ചിനെയും നോക്കാന്നുള്ളൊരു ചിന്ത വരണ്ടേ? ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഒരു ജോലി ചെയ്യണുണ്ടല്ലോ. എന്ത് ജോലി ചെയ്യണ്ടെന്നീ പറയണേ? പാർട്ടിയുടെ കാര്യങ്ങളും അതൊക്കെ ഒരു ജോലി തന്നെയാണ്. നിങ്ങൾ അങ്ങനെ കാണാത്തോണ്ടുള്ള ഒരു ഇതാണ്. അതിനെന്ത് കിട്ടണ്ട്? നിങ്ങൾക്ക് വരുമാനം കിട്ടണ്ടോ? മക്കളെ പാത്തു പോ. എന്തെങ്കിലും പറയുമ്പോ കൊച്ചിനെ ഓടിച്ചു വിട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല. അതിന് ഞാൻ ഇച്ചിരി സന്തോഷത്തോടെ അതിൻ്റെ കൂടെ 2 വർത്താനം പറഞ്ഞപ്പോ അത് ഇല്ല നിങ്ങൾക്കൊന്നും സഹി കെട്ടിട്ട് ഞാൻ പറയാ. ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? നിങ്ങൾ അത് പറഞ്ഞതാ. എനിക്ക് എന്റെ പരമാവധി ഞാൻ ചെയ്തു. ഞാൻ ഒരു കാര്യം തങ്ക നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൊച്ചിന്റെ മുമ്പ് വെച്ച് അതൊന്നും പറയരുതെന്ന്. കൊച്ചിന്റെ മുമ്പിൽ വെച്ച് പറയണാണോ ക്ലീറ്റോ പ്രശ്നം? ക്ലീറ്റോ ചെയ്യേണ്ട കാര്യം എന്തെങ്കിലും ചെയ്യണ്ടോ? എന്തറിയാം ക്ലീറ്റോന്? എങ്ങനെ കുടുംബം നടക്കണു? എന്തെങ്കിലും സ്നേഹമുണ്ടോ ഞങ്ങളോട്? ക്ലീറ്റോ എന്താ ഉദ്ദേശിച്ചേക്കണേ? മനസ്സിലായതൊക്കെ എനിക്ക് നീ പറഞ്ഞു പറഞ്ഞ എന്താണെന്ന് എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. നോക്കിയില്ലേ ക്ലീറ്റോ? ഇനി ഞങ്ങളൊന്ന് നോക്കിക്കൂടെ ക്ലീറ്റോന്? ക്ലീറ്റോ ഇപ്പൊ ഈ വീട്ടിൽ അധികം പറ്റാം. അത് തന്നെയാണ് നീ പറഞ്ഞു പറഞ്ഞത്. എനിക്കറിയാം നിന്റെ സംസാരത്തിൽ നിന്ന് എനിക്കത് മനസ്സിലായി. അതല്ല ഉദ്ദേശിച്ചത്. നീ അതല്ല, നീ ഒന്നും പറയണ്ട. സ്നേഹിക്കണം, കൊച്ചുങ്ങളെ നോക്കണം. ഞാൻ ഇത്ര ഇതായിട്ട് നിങ്ങൾ നോക്കണില്ലേ? എന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കൊള്ളാവോ? എന്നെ പോലെ ഒരാള് അല്ലെങ്കിൽ ഞാൻ അമ്മയും അച്ഛനെ എല്ലാവരെയും കളഞ്ഞിട്ട് ഇവിടെ വന്ന്
അന്യ നാട്ടിൽ നിന്ന് ഒരുത്തനാണ് ഇവിടെ വന്ന് കിടക്കണമെന്നുള്ള ഒരു ചിന്ത. അങ്ങനെ നീ ഒന്ന് ചിന്തിക്കാത്തത്? എന്നെ സഹായിക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഒരു നല്ല വാക്ക് പറയാൻ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ പോലും ഇല്ല ഇവിടെ. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ എല്ലാം സഹിച്ചിവിടെ കിടക്കല്ലേ തങ്കം? നീ ഒന്ന് അങ്ങനെ ചിന്തിക്കാത്ത? ഇല്ലെങ്കിൽ എന്നെ പോലൊരു പ്രമുഖന എവിടെയെങ്കിലും ഒരിടത്ത് ജോലിക്ക് ഞാൻ എങ്ങനെ പോയി നിൽക്കും? അല്ലെങ്കിൽ ആ സ്ഥാപനം നടത്തുന്ന ആളെ എന്നെ എങ്ങനെ പിടിച്ച് നടത്താൻ തോന്നും? എന്നെ പോലൊരു പ്രമുഖന് പറ്റുമോ അവർക്ക്? ഇത്ര പാർട്ടിയും ആൾക്കാരെയൊക്കെ നയിക്കണ ഒരാൾ പോയി ഒരിടത്ത് പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ എന്ത് നീ അങ്ങനെ ചിന്തിക്കാത്ത? നീ പറയണത് ഞാൻ അവനെ പോലെ പോസ്റ്റ് കയറാനോ അതിനും ഇതിനുമൊക്കെ പോകണമെന്നാണല്ലേ? അതെന്തായാലും ക്ലീറ്റോയ്ക്ക് അതിന് കിട്ടില്ല. അതെന്തും മരിക്കണതാണ് നല്ലത്. പക്ഷെ നീ ഇങ്ങനെ പറയരുത് കേട്ടോ തങ്കം. നിസ്സാരം ഒരു കട്ടൻ ചായയും അതും ഇതുമൊക്കെ അതിന് കണക്ക് പറയണത്. ഉള്ളപ്പം ക്ലീറ്റോ ലാവിഷായിട്ടാണ് ചിലവാക്കുകയും ജീവിക്കുകയൊക്കെ ചെയ്തത്. അപ്പോഴൊന്നും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോൾ ഒരു ഇല്ലായ്മ വന്നപ്പോൾ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണം. പക്ഷെ അതിന് കുറ്റപ്പെടുത്തരുത്. എനിക്കറിയാം, ഞാൻ അധികം പറ്റി തന്നെയാണ് ഈ വീട്ടിൽ. പോണ വരെ പോട്ടെ, അത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എന്താണേ ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല. ജീവിക്കാൻ നിവൃത്തിയില്ലെങ്കിൽ നീയും അവനും കൊച്ചുകൂടെ റോഡിൽ ഇറങ്ങി തെണ്ട്. അല്ല ഇപ്പൊ എന്തോ പറ്റി? ഇപ്പം ഒരു ജോലിക്ക് പോവാതെ ഇനി നടക്കൂല. എനിക്ക് തയ്യലും ഇല്ല, ഒന്നുമില്ല. ഇപ്പൊ ചിന്തിച്ചാ പോരാ. നിന്റെ അടുത്ത് വരുമാനാഴിക ഞാൻ അന്ന് പറഞ്ഞ് അല്ല, എത്ര കല്യാണാലോചനകൾ വന്നതാണ്. എന്നിട്ട് കേട്ടോ എത്ര പട്ടാളക്കാരാണ് വന്നത്. ഞങ്ങളുടെ മുഖത്ത് കരിവാരി തേച്ചില്ലേ നീ? ഇപ്പൊ നിന്ന് മോങ്ങിട്ട് എന്താ ഫലം? അമ്മ എനിക്ക് പറ്റിപ്പോയി. അമ്മ ക്ലീറ്റനൊരു ജോലി ശരിയാക്കി കൊടുക്കണേ. ഞാനെങ്ങനെ ജോലി ശരിയാക്കി കൊടുക്കാനാണ്? എന്തോന്നാണ് നീ പറയുന്നത്? എന്നെ കൊണ്ട് ഒക്കോ ഈ വയസ്സുകാലത്ത്? കനകനോട് പറ. കനകൻ്റെ അടുത്ത് പറഞ്ഞാൽ അവൻ ചെയ്യുമോ? എന്തെല്ലാം കാര്യമാണ് ഒപ്പിച്ചത്? അല്ല കനകൻ പറഞ്ഞാൽ അവൻ അനുസരിക്കുമോ? അനുസരിക്കുമായിരിക്കുമോ? നിങ്ങളെല്ലാവരും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ മാത്രമല്ലേ മുമ്പിൽ നിൽക്കണുള്ളൂ. എനിക്ക് തെറ്റ് പറ്റിയത് ഞാൻ സമ്മതിച്ച്. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ, ജനിച്ചു പോയില്ലേ? സമാധാനപ്പെട്. ഞാനിനി ഒന്ന് അവൻ്റെ അടുത്ത് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞ് നോക്കട്ടെ. അല്ലാതെ ഇപ്പം ഞാനിനി എന്തോ ചെയ്യാനാ? ഒരു കാര്യവും അവൻ പറഞ്ഞാൽ അനുസരിക്കത്തില്ല. നീ അവൻ്റെ അടുത്ത് കാര്യമായിട്ട് പറയണം, ഇനിയെങ്കിലും ജീവിക്കാൻ പഠിക്കണമെന്ന്. അല്ലാതെ എന്നെ കൊണ്ടൊരു നിവർത്തിയില്ല. എൻ്റെ കയ്യിൽ 10 കാശ് എടുക്കാനും ഇല്ല. ഉള്ളത് നിങ്ങൾക്ക് വീതിച്ച് തരുന്നു.